RCM ലിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ RCM ആണ് അപ്ലിക്കബിലിറ്റി വരിക. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എപ്പോഴാണ് ഒരു RCMൻ്റെ അപ്ലിക്കബിലിറ്റി ഇവിടെ വരുന്നത് എന്നുള്ളത് വളരെ ഒരു സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ബൈ GTA ടു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലാണ് അവിടെ RCMൻ്റെ അപ്ലിക്കബിലിറ്റി വരാം. സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോ ഡെഫിനിഷൻ നമുക്ക് കയറി മുറിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വെഹിക്കിളിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം, അത് ബൈ റോഡാകണം. ഓക്കെ, ഇനി ബൈ GTA എന്ന് പറഞ്ഞാൽ ആരാണ് GTA? ഈ കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ആളുകൾക്കാണ്, കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ GTA എന്ന് പറയാം. ഓക്കെ, എന്താണ് കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ടുവരണം. അപ്പോൾ അവർ എന്നെ സമീപിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരു ലോറി ഉണ്ട്, അവർ എന്നെ സമീപിക്കുകയാണ്, എന്നോട് പറഞ്ഞു തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് ഗുഡ്സ് അവരെ ബിസിനസ്സിലോട്ട് ഇറക്കി കൊടുക്കണം, കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ലോറിക്ക് എടുത്ത് തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനത് കേരളത്തിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലേ, ഗുഡ്സാണ്. ഞാൻ GTA ആണോ? ഞാൻ GTA ആകണം എന്നുണ്ടെങ്കിൽ അവിടെ കൺസൈൻമെൻറ്റ് നോട്ട് ഞാൻ എൻ്റെ റെസിപ്പിയൻറ്റിന്, അതായത് എന്നെ ആ പരിപാടി ഏൽപ്പിച്ച ആൾക്ക് ഞാനത് കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ആണ്. കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ചിട്ട് ആ ഗുഡ്സിന് എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നുണ്ടെങ്കിൽ, അതായത് ആ ലോറി ഡ്രൈവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ എന്ന് പറയാം. ഓക്കെ, കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഗുഡ്സിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ആ ട്രാൻസ്പോർട്ടർ ഏറ്റെടുക്കാന്നുണ്ടെങ്കിൽ അതിനാണ് കൺസൈൻമെൻറ്റ് നോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് നടത്തുന്ന വ്യക്തികൾക്കാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി എന്ന് പറയാം. അത് ആർക്കാണ് സപ്ലൈ ചെയ്യേണ്ടത്? ടു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ്. ഓക്കെ, സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ചെയ്താലാണ് RCM വരിക. ഇനി നമുക്ക് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വെർഷൻ നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് സംഭവിക്കണം, അത് കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അവരെന്താണ്? GTA ആണ്. ഓക്കെ, കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ GTA ആണ്. കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിലോ അതിന് നമുക്ക് രണ്ടായി തരംതിരിക്കാം. കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒന്നെങ്കിൽ കൊറിയർ ഏജൻ്റ് ആകാം, അല്ലെങ്കിൽ അതല്ലാത്ത മറ്റുള്ള കാറ്റഗറിയിൽ പെട്ടതാകാം. ഓക്കെ, കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ GTA ആണല്ലോ. ഓക്കെ, GTA ആണെങ്കിൽ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള റെസിപ്പിയൻസിന് സപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാൻ ആർക്കെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്താൽ പോരാ, എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആ സർവീസ് ഞാൻ ചെയ്യുന്നത് ആർക്കായിരിക്കണം? സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനായിരിക്കണം. ഓക്കെ, സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള റെസിപ്പിയൻസ്, അവർക്ക് സ്പെസിഫൈഡ് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് ആണ്. സ്പെസിഫൈഡ് അല്ലാത്ത അതർ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. അപ്പോഴാണ് RCM വരിക. അപ്പോൾ നിങ്ങൾ നോക്കിയ എത്രത്തോളം പാത്ത് നമ്മൾ കടന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എത്രത്തോളം സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഒരു RCMൻ്റെ അപ്ലിക്കബിലിറ്റി വന്നത് എന്ന് ശ്രദ്ധിച്ചോ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അത് കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണമെന്ന്, കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താലാണ് GTA ആകുള്ളൂ. GTA ആയി കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് സപ്ലൈ ചെയ്യണം. സ്പെസിഫൈഡ് ആയിട്ടുള്ള റെസിപ്പിയൻസിൽ തന്നെ സ്പെസിഫൈഡ് ഗുഡ്സ് അല്ലാത്തത് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ എന്ത് വരിക? RCMൻ്റെ അപ്ലിക്കബിലിറ്റി വരിക. അതർവൈസ് അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ GTA സ്പെസിഫൈഡ് അല്ലാത്ത റെസിപ്പിയൻസിന് സപ്ലൈ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇതൊക്കെ എക്സംപ്റ്റഡ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അതിലേക്ക് കടക്കുന്നില്ല. അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ പെറുക്കി വെച്ചതാണ്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. സോ ഈ ഒരു ചാർട്ട് മാത്രം പഠിച്ചാൽ തന്നെ എക്സംഷൻ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യും, RCM ചാപ്റ്ററും കവർ ചെയ്യും, FCM കവർ ചെയ്യും. GTA ബന്ധപ്പെട്ട എല്ലാം ഈ ഒരു കുടക്കീഴിലുണ്ട്. ഓക്കെ, ഈ കൺസൈൻമെൻറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ അത് കൊറിയർ ഏജൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. കൊറിയർ ഏജൻറ്റ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. അത് ടാക്സബിൾ ആണ് അണ്ടർ FCM. ഇത് FCM വരാനുള്ള കാരണം എന്താ? ഇത് എക്സംഷൻ ചാപ്റ്ററിലും ഇത് പറഞ്ഞിട്ടില്ല, അതുപോലെ എവിടെയും പറഞ്ഞിട്ടില്ല, RCMലും പറഞ്ഞിട്ടില്ല. അതായത് എക്സംഷൻ ചാപ്റ്ററിൽ എന്താ പറഞ്ഞാലോ, GTA പ്രൊവൈഡ് ചെയ്യുന്ന, GTA അല്ലാത്തവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ടാക്സബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊറിയർ ഏജൻറ്റ് അല്ലാത്തവർ കൊടുക്കുന്ന എക്സംപ്റ്റഡും കൊറിയർ ഏജൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, എക്സംഷൻ ചാപ്റ്ററിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ GTA അതുപോലെ കൊറിയർ ഏജൻറ്റും അല്ലാത്തവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സപ്ലൈ ഉണ്ടല്ലോ,
അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ജി ടി എയും കൊറിയർ ഏജൻറ്റും ടാക്സബിൾ ആണെന്നുള്ളത് കിട്ടി. ജി ടി എൻ്റെ കേസിൽ RCM ലിസ്റ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ജി ടി എ സ്പെസിഫൈഡ് ആയിട്ട് ഉള്ള റെസിപ്പിയൻസിന് സ്പെസിഫൈഡ് അല്ലാത്ത ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ RCM ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, കൊറിയർ ഏജൻറ്റ് എന്താണ് വരിക, RCM അല്ല, അപ്പോൾ അതുകൊണ്ട് അത് FCM ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി ഇത് ഓൾറെഡി എക്സംപ്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. കൺസ്യൂമർ ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ അത് ജി ടി എ കൊറിയർ ഏജൻറ്റും അല്ലാത്തൊക്കെ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓവറോൾ കാര്യം കിട്ടിയല്ലോ. അപ്പോൾ ജി ടി എൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നോക്കാനുള്ളത് ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസും അതുപോലെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗുഡ്സും ആരാ എന്നുള്ളതാണ്. ഓക്കെ, സ്പെസിഫൈഡ് പേഴ്സൺസ് നമുക്ക് നോക്കാം. സ്പെസിഫൈഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി, LLP, അതുപോലെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, രജിസ്റ്റേർഡ്, അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺസ്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫാക്ടറി എന്നാണ് പറഞ്ഞത്, അല്ലാതെ GST രജിസ്ട്രേഷൻ എടുത്ത ഫാക്ടറി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാക്ടറി GST രജിസ്റ്റേർഡ് ആണെങ്കിലും അല്ലെങ്കിലും സ്പെസിഫൈഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെയാണ് സൊസൈറ്റിയും, കോപ്പറേറ്റീവ് സൊസൈറ്റിയും, കമ്പനി, LLP ഒക്കെ. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് ആണെങ്കിലാണ് സ്പെസിഫൈഡ് പേഴ്സൺ ആവുള്ളൂ. അതുപോലെ ഇതല്ലാത്ത മറ്റു രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആരായിരിക്കും? ഇൻഡിവിജ്വൽ അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് പേഴ്സൺ ആണ്. ഇനി ഇൻഡിവിജ്വൽ രജിസ്റ്റേർഡ് അല്ലെങ്കിലോ അത് നോട്ട് സ്പെസിഫൈഡ് പേഴ്സൺ. അപ്പോൾ സ്പെസിഫൈഡ് പേഴ്സൺ അല്ലാത്തത് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഏതായാലും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അതുപോലെ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള HUF, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അതുപോലെ ഇതിനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ ഉണ്ട്, TDS ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം GST രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ, അവരൊക്കെ നോട്ട് സ്പെസിഫൈഡ് പേഴ്സൺ. അപ്പോൾ ഈ നോട്ട് സ്പെസിഫൈഡ് പേഴ്സണിൻ്റെ ഒരു റെലവൻസ് എവിടെ വരുന്നത്? ഇവിടെയാണ്. GTA സ്പെസിഫൈഡ് അല്ലാത്ത പേഴ്സൺസിന്, അതായത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് എനിക്ക് എക്സംപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ കിട്ടിയത് എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. GTAയുമായി ബന്ധപ്പെട്ട് എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് 3 കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ് ബേസ്ഡ് എക്സംഷനും ഉണ്ട്, അതുപോലെ റെസിപ്പിയൻറ്റ് ബേസ്ഡ് എക്സംഷനും GTAയുടെ എക്സംഷനിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സപ്ലയർ ബേസ്ഡ് എക്സംഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബേസ്ഡ് എക്സംഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് അല്ലാത്ത ഗുഡ്സ്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗുഡ്സ് എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിവിടെ എക്സംപ്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് കിട്ടിയത്. ഓക്കെ, ഇനി റെസിപ്പിയൻറ്റ് ബേസ്ഡ് എക്സംഷനും GTAയുമായി ബന്ധപ്പെട്ട എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റെസിപ്പിയൻറ്റ് ബേസ്ഡ് എക്സംഷൻ? റെസിപ്പിയൻറ്റ് സ്പെസിഫൈഡ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കാര്യം ഇവിടെ എഴുതി കൊടുക്കാനുള്ളതിൻ്റെ റീസൺ. അങ്ങനെയാണ് എനിക്ക് ഇത് എവിടുന്നാണ് വന്നത് എന്നുള്ളത് അങ്ങനെയാണ് കിട്ടിയത്. ഇനി സപ്ലയർ ബേസ്ഡ് എക്സംഷനും GTAയുമായി ബന്ധപ്പെട്ട എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സപ്ലയർ ബേസ്ഡ് എക്സംഷൻ എന്ന് പറഞ്ഞാൽ? സപ്ലയർ അത് GTAയും അതുപോലെ GTA അല്ലാത്തവർ ചെയ്യുന്ന സപ്ലൈ എക്സംപ്റ്റഡ് ആണ്. അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? GTAയും എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞത് എങ്ങനെയാണ്? GTAയും കൊറിയർ ഏജൻറ്റും അല്ലാത്തവർ ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ GTA ചെയ്യുന്നതും കൊറിയർ ഏജൻറ്റും ചെയ്യുന്നത് ടാക്സബിൾ ആണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, GTA ചെയ്യുന്നത് ടാക്സബിൾ ആണെങ്കിൽ അത് RCM ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ കേസും കിട്ടി. GTA അപ്പോൾ അല്ലാത്തത് കൊറിയർ ഏജൻറ്റിൻ്റെ കാര്യം RCM എവിടെയും പറയാത്തത് കൊണ്ട് അത് FCM ആണെന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ സപ്ലയർ ബേസ്ഡ് എക്സംഷൻ ഉള്ളത് ഇങ്ങനെയാണ്. GTAയും കൊറിയർ ഏജൻറ്റും അല്ലാത്തവർ ചെയ്യുന്ന സപ്ലൈ എക്സംപ്റ്റഡ് ആണെന്ന് എക്സംഷൻ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഫിഗർ എനിക്ക് കിട്ടിയത്, എക്സംപ്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് എക്സംഷനും റെസിപ്പിയൻറ്റ് ബേസ്ഡ് എക്സംഷനും സപ്ലയർ ബേസ്ഡ് എക്സംഷനുമാണ് നമുക്ക് GTAയുമായി ബന്ധപ്പെട്ട് എക്സംഷൻ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയല്ലോ. ഈ ഒരൊറ്റ ഗ്രാഫ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സർവീസസ് ബൈ GTAയുമായി ബന്ധപ്പെട്ട് RCMൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും എക്സംഷൻ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും.